എന്തായാലും തിരുവനന്തപുരത്ത് തിരക്കിട്ട ചർച്ചകൾ അതോടൊപ്പം തന്നെ തിരക്കിട്ട നീക്കങ്ങൾ ആണ് എല്ലാ രാഷ്ട്രീയ കോണുകളിൽ നിന്നും നടക്കുന്നത്. വി അരുണാണ് വീണ്ടും ഈ ഘട്ടത്തിൽ ചേരുന്നത്. അരുൺ, ഇതാ പാർട്ടി ഓഫീസിൽ, അതായത് അരുൺ AKG സെന്ററിലാണോ? എനിക്ക് അങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വി ശിവൻകുട്ടി അടക്കം കാണുന്നുണ്ട്. CPIയുടെ സംസ്ഥാന സമിതി കൂടിയായ മന്ത്രി വി ശിവൻകുട്ടിയുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വൈകിട്ട് 4 മണിക്ക് വരികയാണ്. ഒരുക്കങ്ങളൊക്കെ പൂർത്തിയാണോ CPIന്റെ? തീർച്ചയായിട്ടും ഒരുക്കങ്ങൾ പൂർത്തിയാണ്. നന്നായി തന്നെ പ്രവർത്തകർ രംഗത്തുണ്ട്. സ്ഥാനാർത്ഥികളൊക്കെ റെഡിയാണ്. സ്ഥാനാർത്ഥികളെല്ലാം പ്രഖ്യാപിക്കുമായിരിക്കും. പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കാം. BJPയുടെ അക്കൌണ്ട് കൈവരുടെ നിയമത്തെ പൂട്ടിച്ചത് അങ്ങാണ്. ഇത്തവണയും ആ അക്കൌണ്ട് പൂട്ടി തന്നെ കിടക്കും. BJPയുടെ സംസ്ഥാന അധ്യക്ഷനാണ് അവിടെ വരാൻ പോകുന്നത്. സംസ്ഥാന അധ്യക്ഷൻ എന്നുള്ള നിലയിൽ അതൊന്നും ഒരു പ്രശ്നമില്ല. BJPയുടെ അക്കൌണ്ട് ഓപ്പൺ ചെയ്യാൻ സാധ്യതയില്ല. ഡബിൾ പൂട്ടിട്ട് പൂട്ടിയേക്കുകയാണ്. ജില്ലയിൽ കഴിഞ്ഞ വർഷം ഒരു സീറ്റാണ് നഷ്ടപ്പെട്ടത്. കോവളത്ത് 13 സീറ്റും LDF ജയിച്ചു. ഇപ്രാവശ്യം ആ കോവളത്ത് നഷ്ടപ്പെട്ട സീറ്റും കൂടെ തിരിച്ചു പിടിക്കാനുള്ള ശ്രമത്തിലാണ്. നിയമത്തെ ഇരട്ടത്താഴിട്ട് പൂട്ടുമെന്നാണ്. ഇരട്ടത്താഴിട്ട് പൂട്ടും, ഒരു സംശയം വേണ്ട. ഈ സർക്കാരിന്റെ ഭാഗത്തുള്ള ഒരുക്കങ്ങളൊക്കെ സർക്കാരിന് ചെയ്യാനൊന്നുമില്ല. എല്ലാം ഇനി പ്രഖ്യാപനം വന്നൊന്നും ചെയ്യാൻ പറ്റും. എല്ലാം പൂർത്തിയായി കഴിഞ്ഞു. ജനങ്ങൾക്ക് കൊടുക്കേണ്ടതെല്ലാം കൊടുത്തു കഴിഞ്ഞു. ഇന്നലെ ലാസ്റ്റ് ക്യാബിനറ്റ് ആയതുകൊണ്ട് 2 മണിക്കൂർ നേരം കൂടി എല്ലാം പൂർത്തീകരിച്ചു. പൂർണ്ണ വിശ്വാസം. ജില്ല പൂർണ്ണമായി സേഫാണ്. തൂത്തുവാരും. അതിന് ആ നിലയിലുള്ള ആത്മവിശ്വാസമുണ്ട്. കാരണം അല്ലാതെ ഒരു ചിന്ത വേണ്ടല്ലോ. എന്തിനും വേറെ രൂപത്തിൽ ചിന്തിക്കേണ്ട കാര്യമുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന് കഴിഞ്ഞ 5 വർഷക്കാലം നടത്തിയ പ്രവർത്തനങ്ങൾ വിലയിരുത്തുമ്പോൾ ആ പ്രവർത്തനങ്ങൾക്ക് എതിരായി ചിന്തിക്കേണ്ട ഒരു കാര്യവുമില്ലല്ലോ. പ്രകടനപത്രത്തിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം നടപ്പിലാക്കിയല്ലോ. മന്ത്രിമാർക്കെതിരെ എന്തെങ്കിലും അഴിമതി ആരോപണമുണ്ടോ? എന്തിനും ഞങ്ങൾക്ക് വോട്ട് ചെയ്യണ്ട എന്ന് ചിന്തിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ജയിക്കും എന്നുള്ള ഉറപ്പാണ് ആൾക്കാർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. വീണ്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെ കേരളത്തിൽ അധികാരത്തിൽ വരണമെന്ന് ചിന്തിക്കുന്നു. തീർച്ചയായിട്ടും അത് ഉണ്ടാവാൻ എല്ലാ സാധ്യതയുണ്ട്. അതെനിക്കറിയില്ല. എനിക്കത് സംബന്ധിച്ച ഒരു കാര്യം. ഡൽഹിയാണ്, അതൊക്കെ എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞു, ഡൽഹിയാണ് ആ തീരുമാനം എടുക്കേണ്ടത്. ഞങ്ങളല്ല തീരുമാനം. ഞങ്ങളാണെങ്കിൽ അത് എടുക്കുമല്ലോ, നമ്മളിവിടെ എടുക്കുമല്ലോ ഒരു തീരുമാനം. ഞങ്ങളല്ല എടുക്കേണ്ടത്. MPമാരെ സംബന്ധിച്ചിടത്തോളം പിന്നെ വരട്ടെ, നമ്മൾ പ്രഖ്യാപിക്കട്ടെ, എന്നിട്ടല്ലേ നമുക്ക് പറയണം. ഇവിടെ കയറി എന്നിട്ട് രാത്രിയാകുമ്പോൾ പറയും VD സതീശൻ രാവിലെ പ്രഖ്യാപിച്ചു, ഉടനെ സ്ഥാനാർത്ഥി വരും, കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് വേറെ വാർത്ത കൊടുക്കാൻ വേണ്ടിയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളം വിധി എഴുതാൻ തയ്യാറെടുക്കുമ്പോൾ എന്നാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് എന്നത് സംബന്ധിച്ച തീയതി പ്രഖ്യാപനം ആണ് ഉടൻ ഉണ്ടാകാൻ പോകുന്നത്. ഇന്ന് വൈകിട്ട് 4 മണിക്കാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനമുള്ളത്. ഡൽഹിയിൽ വാർത്താ സമ്മേളനം നടക്കുമ്പോൾ 5 സംസ്ഥാനങ്ങളുടെ തെരഞ്ഞെടുപ്പ് തീയതിയാണ് പ്രഖ്യാപിക്കാൻ പോകുന്നത്. രമേശ് ചെന്നിത്തല ഇപ്പോൾ സംസാരിക്കുകയാണ്. ഞങ്ങള് UDF കോൺഗ്രസ് സെറ്റാണ്. ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല. ഞങ്ങൾ വളരെ ആത്മവിശ്വാസത്തോടെ തെരഞ്ഞെടുപ്പിന് ഏത് സമയത്തും നേരിടാൻ തയ്യാറാണ്. അയാൾ ഇന്നേലും പ്രഖ്യാപിച്ച സന്തോഷമുണ്ട്. ഈ പരസ്യം കാണുന്നുണ്ടല്ലോ. സർക്കാർ ജനങ്ങളുടെ പണം ഉപയോഗിച്ചുകൊണ്ട് വൈറ്റ് വാഷ് അടിക്കുന്ന, മുഖ്യമന്ത്രിയുടെ മുഖം വൈറ്റ് വാഷ് അടിക്കുന്ന പരിപാടിയും നടത്തിയിട്ടുണ്ട്. എപ്പോൾ റെഡിയാണ്, എല്ലാം റെഡിയാണ്, ഒരു പ്രശ്നമില്ല, എല്ലാം റെഡിയാണ്. പോസ്റ്റൊക്കെ അതിലൊക്കെ അതേപോലെ നാളെ സംസാരിച്ചാൽ എല്ലാം തീർക്കും, ഒരു പ്രശ്നമില്ല. ഞങ്ങൾ UDF സെറ്റാണ്, കോൺഗ്രസ് സെറ്റാണ്, ജനങ്ങളും സെറ്റാണ്. ഞങ്ങൾ അധികാരത്തിൽ വരാൻ പോവാണ്. അത് ഈ ഇലക്ഷൻ പ്രഖ്യാപിച്ചുള്ള സന്തോഷം എല്ലാ ദിവസവും മുഖ്യമന്ത്രിയുടെ ഫോട്ടോ വെച്ചുള്ള ഈ 2 പേജ് പരസ്യം അങ്ങ് നിൽക്കുമല്ലോ എന്നുള്ളതാണ്. ഉള്ള കള്ളപ്രചരണങ്ങൾ മുഴുവൻ ഈ പരസ്യത്തിലൂടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്ത് കേരളം ഉണ്ടായ മുതലുള്ള എല്ലാ നേട്ടങ്ങളുടെയും അവകാശി പിണറായി വിജയനാണെന്നുള്ള ഈ പരസ്യം അങ്ങ് നിൽക്കുമല്ലോ. അത് വലിയ സന്തോഷം. അതിപ്പോ ഇന്ന് തീർക്കുന്നത് സംസാരിക്കും, എല്ലാം തീരും. സന്തോഷമായിട്ട് പോകും, എല്ലാം തീരും.
യെസ്, വലിയ സന്തോഷത്തിലാണ് രമേശ് ചെന്നിത്തല. അതായത് UDF തെരഞ്ഞെടുപ്പിൽ സെറ്റാണ്. കെ സുധാകരനുമായുള്ള വിഷയങ്ങൾ നാളെ സംസാരിച്ചതേക്കും. മുസ്ലിം ലീഗുമായുള്ള സീറ്റ് മാറ്റ ചർച്ചകൾ ഇന്ന് തന്നെ പൂർത്തിയാക്കും. അങ്ങനെ UDF ഒരുങ്ങിക്കഴിഞ്ഞു. വലിയ സന്തോഷം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിൽ. കാരണം ഇന്ന് വൈകിട്ട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം കേരളത്തിൽ നിലവിൽ വരാൻ പോവുകയാണ്. അതിനുശേഷം സർക്കാരുകൾക്ക് അവരുടെ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട പ്രചാരണങ്ങൾ നടത്തുക എന്നത് സാധ്യമല്ല. പക്ഷേ രാഷ്ട്രീയ പാർട്ടികൾക്ക് അത്തരം പ്രചാരണങ്ങൾ ഇനിയും തുടരാവുന്ന സാഹചര്യം ആണുള്ളത്. ഇപ്പോൾ PR വർക്ക് എന്ന നിലയിൽ കണക്കാക്കുന്നത് കേരളത്തിൻ്റെ സർക്കാർ സംവിധാനമായിട്ടുള്ള PRDA ഉപയോഗിച്ചുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ വലിയ തോതിൽ പരസ്യം ചെയ്യുന്നത് എന്ന വിമർശനം ആണ് ഇപ്പോൾ UDF ഉന്നയിക്കുന്നത് എന്നത് തന്നെയാണ്. കിരൺ ബാബു വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. കിരൺ, ഇതാ UDFന്റെ പ്രതികരണം വന്നു കഴിഞ്ഞിരിക്കുന്നു. മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഒപ്പം VD സതീശൻ രണ്ടുപേരുടെയും പ്രതികരണങ്ങളിൽ വലിയ ആത്മവിശ്വാസം ആണ് പുലർത്തുന്നത്. 10 വർഷം പ്രതിപക്ഷത്തിരുന്ന ശേഷം ഞങ്ങൾ ഭരണപക്ഷത്തേക്ക് വരുമെന്ന് ഉറപ്പിച്ചു പറയുമ്പോഴും ഇപ്പോഴും സുധാകരൻ ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികളുടെ നിർണയത്തിൽ തീരുമാനമായിട്ടില്ല. സീറ്റ് ചർച്ചകൾ പൂർത്തിയായിട്ടില്ല. പക്ഷേ എങ്ങനെയാണ് UDFന്റെ ആത്മവിശ്വാസം? എന്തൊക്കെ പ്രതിസന്ധിയാണ് ഈ ഘട്ടത്തിലും UDF നേരിടുന്നത്? കിരൺ, പക്ഷേ സ്വാഭാവികമായി UDFനെ സംബന്ധിച്ചാണ് ഈ തെരഞ്ഞെടുപ്പ് ഏറ്റവും നിർണായകമാകുന്നത്. കാരണം കഴിഞ്ഞ 10 വർഷമായി അവർ ഭരണത്തിന് പുറത്താണ്. ഇനിയും ഒരു 5 വർഷം കൂടി ഭരണത്തിന് പുറത്തിരിക്കുക എന്നത് UDFിലെ ഏതെങ്കിലും കക്ഷിക്ക് ആലോചിക്കാൻ കഴിയുന്ന ഒരു വിഷയമല്ല. അവരെ സംബന്ധിച്ച് ഇത് ജീവൻ മരണ പോരാട്ടമാണ്. ഒരുപക്ഷെ നമ്മൾ എല്ലാവർക്കും ജീവൻ മരണ പോരാട്ടം എന്നൊക്കെ പറയുമ്പോഴും യഥാർത്ഥത്തിൽ അത് ജീവൻ മരണ പോരാട്ടമായി മാറുന്നത് കോൺഗ്രസിനാണ്, മുസ്ലിം ലീഗിനാണ്, കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിനാണ്. UDFിൽ നിൽക്കുന്ന ഘടകകക്ഷികൾക്കാണ് ഇത് ജീവൻ മരണ പോരാട്ടമായി മാറുന്നത്. 10 വർഷത്തോളം ഭരണത്തിൽ നിന്ന് മാറി പ്രതിപക്ഷത്തിരിക്കേണ്ട ഒരു അവസ്ഥ ഇതിനു മുമ്പ് ഒരിക്കലും കോൺഗ്രസിന് കേരളത്തിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഏത് വിധേനയും ഭരണത്തിലേക്ക് മടങ്ങി വരിക എന്നുള്ള ലക്ഷ്യത്തിലാണ് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ UDF ചെയ്തിരുന്നത്. ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക. തൊട്ടു പിന്നാലെ മുൻകാലങ്ങളിലെ UDFന്റെ ഒരു പതിവെന്ന് പറഞ്ഞാൽ ഏറ്റവും അവസാനം നോമിനേഷൻ പിൻവലിക്കാനുള്ള ദിവസം വരെ സ്ഥാനാർത്ഥി തർക്കങ്ങളുമായി മുന്നോട്ട് പോവുക. ആ ദിവസം സ്ഥാനാർത്ഥികളെ മാറ്റി പുതിയ സ്ഥാനാർത്ഥികളെ വെച്ച പതിവും ആ സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ച പതിവും ഒക്കെ കോൺഗ്രസിനുണ്ടായിരുന്നു. പക്ഷെ അക്കാലത്ത് കോൺഗ്രസിനെ സംബന്ധിച്ച് കേരളത്തിൽ അങ്ങനെ വിജയിക്കാൻ കഴിയുന്ന ഒരു വലിയ ശക്തി കോൺഗ്രസ് ഉണ്ടായിരുന്നു. 2001 ശേഷം കോൺഗ്രസിന് ഒരിക്കൽ പോലും ഒരു ഭരണത്തിലേക്ക് ഏറിയെങ്കിൽ പോലും നേരിയ ഭൂരിപക്ഷത്തിന് ഒരെണ്ണത്തിലേറുക എന്നതിനപ്പുറത്തേക്ക് 90 മേൽ സീറ്റിലേക്കോ അല്ലെങ്കിൽ 80 മേൽ സീറ്റിലേക്കോ ഒന്നും അധികാരത്തിൽ അത്തരം സീറ്റുകൾ നേടാൻ കോൺഗ്രസിനോ UDFിനോ കഴിഞ്ഞിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം കൂടിയുണ്ട്. അതിപ്പോഴും UDFിന് മുന്നിൽ വലിയ വെല്ലുവിളിയായി നിൽക്കുകയാണ്. UDFിന് മുന്നിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പോഴത്തെ വെല്ലുവിളി UDFിന്റെ സ്ഥാനാർത്ഥി നിർണ്ണയം തന്നെയാണ്. ഏറെക്കുറെ ഘടകകക്ഷികളുമായിട്ടുള്ള ചർച്ചകൾ, അങ്ങനെ കാര്യമായ തർക്കങ്ങൾ മുൻകാലങ്ങൾ ഉണ്ടാകുന്ന പോലുള്ള വലിയ തർക്കങ്ങളില്ല. ജോസഫ് വിഭാഗവുമായിട്ട് മാത്രമാണ് അത്തരത്തിലെ തർക്കങ്ങളുള്ളത്. ജോസഫ് വിഭാഗത്തിന് തൽക്കാലം ഇത് LDFിലേക്ക് പോകാനുള്ള വഴിയെല്ലാം അടഞ്ഞത് കാരണം ആ തർക്കവും അടിച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണ്. പക്ഷേ കോൺഗ്രസിനുള്ളിൽ സ്ഥാനാർത്ഥിത്തെ സംബന്ധിച്ചുള്ള തർക്കങ്ങൾ അതിരൂക്ഷമായി തന്നെ നിൽക്കുകയാണ്. ഇന്നലെ അടക്കം ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ശിവഗിരി മഠം ഇങ്ങനെ ഒരു രാഷ്ട്രപഠനം നടത്തുന്നത്. പിന്നാക്ക പ്രാതിനിധ്യം വേണമെന്ന് ശിവഗിരി മഠം പറയുമ്പോൾ അത് ഇതിനു മുമ്പൊന്നും അങ്ങനെ വാർത്താ സമ്മേളനം നടത്തി ശിവഗിരി മഠത്തിന്റെ ആവശ്യം ഉന്നയിച്ചിട്ട് കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കളെങ്കിലും അതിൽ പ്രതീക്ഷ വെക്കുന്നുണ്ട്. കോൺഗ്രസ് എല്ലാ കാലത്തും ജാതിമത സമവാക്യങ്ങളൊക്കെ പാലിച്ച് അല്ലെങ്കിൽ അവിടുത്തെ മറ്റ് ഗ്രൂപ്പ് സമവാക്യങ്ങളൊക്കെ പാലിച്ച് സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്ന ഒരു പാർട്ടിയാണ്. എന്നാൽ ഗ്രൂപ്പ് സമവാക്യങ്ങളിൽ ഇപ്പോൾ വലിയ മാറ്റം വന്നിരിക്കുന്നു, അതിൽ വ്യത്യാസം വന്നിരിക്കുന്നു. പക്ഷേ ജാതിമത സമവാക്യങ്ങളിൽ നിന്ന് കോൺഗ്രസിനെ ഒഴിഞ്ഞു മാറി നിൽക്കാൻ ഇപ്പോഴും കഴിയാത്ത അവസ്ഥ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ പാലിച്ച് എങ്ങനെ സ്ഥാനാർത്ഥിത്തിലേക്ക് കൊണ്ടുവരാം, അത്തരമൊരു ചർച്ചകൾ കഴിഞ്ഞ 1-2 ആഴ്ചയായി നടക്കുമ്പോഴും ഇതുവരെയും ഭൂരിഭാഗം സീറ്റുകളിലും ആ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്താൻ കഴിയുന്നില്ല. ഇത് തന്നെയാണ് കോൺഗ്രസ് സംബന്ധിച്ച് ഏറ്റവും വെല്ലുവിളി. പക്ഷേ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം, അതിന് കെ.സി. വേണുഗോപാൽ അല്ലെങ്കിൽ VD സതീശനായാലും രമേശ് ചെന്നിത്തലായാലും ഇവരെല്ലാം തന്നെ പ്രധാനമായി പറയുന്നത് സ്ഥാനാർത്ഥം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ ചർച്ചകളെല്ലാം അവസാന ഘട്ടത്തിലാണ്. സ്ഥാനാർത്ഥം ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ തൊട്ടു പിന്നാലെ തന്നെ ചർച്ചകൾ ഫൈനലൈസ് ചെയ്യും. ഇപ്പോൾ നാളെയാണെങ്കിൽ നാളെ തിങ്കളാഴ്ച തന്നെ ചർച്ച ഫൈനലൈസ് ചെയ്ത് ആദ്യഘട്ട പട്ടിക ഇറക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് അവർ നിൽക്കുന്നത്. അങ്ങനെയാണ് അവർ പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുള്ളതും എല്ലാം അങ്ങനെ തന്നെയാണ്. കുറെ മണ്ഡലങ്ങളിലേക്കെങ്കിലും അങ്ങനെ കഴിഞ്ഞേക്കും. 50 മണ്ഡലങ്ങളാണ് ആദ്യം പ്രതീക്ഷിച്ചത്. പക്ഷേ കുറെ മണ്ഡലങ്ങളിലെങ്കിലും തർക്കമില്ലാതെ, ഇപ്പൊ തിരുവനന്തപുരത്ത് ആകെ 3 മണ്ഡലങ്ങൾ മാത്രമാണ് തർക്കമില്ലാതെ സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്. മറ്റ് മണ്ഡലങ്ങളിലെല്ലാം തന്നെ ഒന്നിലേറെ സ്ഥാനാർത്ഥികളുണ്ട്. ഒരു സ്ഥാനാർത്ഥിയെ ഒരു മണ്ഡലത്തിൽ നിന്ന് മാറ്റിയാൽ സ്വാഭാവികമായും ചിലപ്പോൾ ഒരു ജില്ലയിലെ മുസ്ലിം പ്രാതിനിധ്യത്തെ അല്ലെങ്കിൽ ഈഴവ പ്രാതിനിധ്യത്തെ, നായർ പ്രാതിനിധ്യത്തെ, ലത്തീൻ പ്രാതിനിധ്യത്തെ ഇതൊക്കെ ബാധിക്കും. ഈ സമവാക്യങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് വേണം. പലപ്പോഴും സ്ത്രീ പ്രാതിനിധ്യം വേണം, യുവാക്കളുടെ പ്രാതിനിധ്യം വേണം. ഇത്തരം പ്രാതിനിധ്യങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് വേണം UDF കോൺഗ്രസിനെ സംബന്ധിച്ച് സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാൻ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.